friends, today we can study a new lesson in 10th standard English. The Ballad of Father Gilligan. The Ballad of Father Gilligan. It's written by W.B. Yeats. What is a ballad? എന്താണ് ഒരു ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറഞ്ഞ ബാലഡ് എന്ന് പറഞ്ഞ എന്താ? യെസ്, എ ബാലഡ് ഈസ് എ പോയം വിച്ച് ടെൽസ് എ സ്റ്റോറി. ഒരു സ്റ്റോറി പറയുന്ന പോയം. വാട്ട് ടൈപ്പ് ഓഫ് എ സ്റ്റോറി? ഇൻ സിമ്പിൾ ലാംഗ്വേജ് and is composed in quatrains. Quatrains means 4-line stanza. 4-line ഉള്ള stanza ഉൾക്കൊള്ളുന്ന സിമ്പിൾ ലാംഗ്വേജിലുള്ള സ്റ്റോറി പറയുന്ന ഒരു പോയാണ് ഇത് ബാലഡ്. The Ballad of Father Gilligan. Father Gilligan is a priest. Priest എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ. ക്രിസ്ത്യൻ പുരോഹിതനായ ഫാദർ ഗില്ലിഗൻ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ ഒരു സ്റ്റോറി. ദാറ്റ് ഈസ് in this poem. This poem is written by W.B. Yeats, an Irish poet, a famous, renowned Irish poet. W.B. Yeats, one of the foremost figures of 20th century literature in 1923. He was awarded the Nobel Prize in Literature for the inspired poetry. Yeats is one of the few writers who completed his greatest works after being awarded the Nobel Prize, which include The Tower and The Winding Star and other poems. Yes, now we can go to the poem The Ballad of Father Gilligan. The theme of the poem. ഈ പോയത്തിന്റെ തീം എന്താണ്? God, the power of God. The God is everywhere, and love and care of God to his people and to all the creatures of nature. ദൈവത്തിന്റെ ശക്തിയും ടൈംലി ഹെൽപ്പ് ഓഫ് ഗോഡ്. ഗോഡിന്റെ ഹെൽപ്പ്, ഗോഡിന്റെ ക്രീച്ചേഴ്സില്, സൃഷ്ടികൾക്ക് ആ ഒരു സമയാസമയങ്ങളിലുള്ള ഹെൽപ്പ്. ആൻഡ് ദ ലിമിറ്റ്ലെസ് ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ലിമിറ്റ് ഇല്ലാത്ത ലവ്. ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പഠിക്കാൻ പോകുന്നത്. The rhyme scheme of the poem is ABCD. Rhyme scheme ABCD. So, what is this poem about? The Ballad of Father Gilligan. Yes, it is a story about Father Peter Gilligan. Priest Peter Gilligan. Peter Gilligan എന്ന പേരായിട്ടുള്ള ഒരു പ്രീസ്റ്റിന്റെ പ്രദേശത്ത്, ഇടവകയില്, പാരിഷില്, പാരിഷ് മീൻസ് ഇടവക, ഒരു പ്രദേശം. അതായത് ഒരു പാരിഷ് മീൻസ് ചർച്ച് വിൽ ബി ദ ഇൻ ദാറ്റ് പാരിഷ്. ഒരു ചർച്ചിന്റെ, പള്ളിയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രദേശം, അതാണ് പാരിഷ്. ഫാദർ ഗില്ലിഗന്റെ പാരിഷില് there was a spreading disease, an epidemic. നമുക്ക് നന്നായിട്ട് മനസ്സിലാവും എപ്പിഡമിക് എന്താണെന്ന്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധി, അല്ലെ? ഇന്ന് COVID-19 വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ വീട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ? വി ആർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. വൈ? ബിക്കോസ് ഓഫ് COVID-19. വാട്ട് ഈസ് COVID-19? ദാറ്റ് ഈസ് എ സ്പ്രെഡിംഗ് ഡിസീസ്. അതൊരു സ്പ്രെഡിംഗ് ഡിസീസ് ആണ്, പകർച്ചവ്യാധി, അല്ലേ? അപ്പൊ നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ കുട്ടികളിൽ നിന്നൊക്കെ നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. പകർന്നു കഴിഞ്ഞാലോ മരണം സംഭവിക്കാം. അത് ഭയന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? സ്കൂളിൽ പോവാത്തത്, എവിടേക്കും പോവാത്തത്. അങ്ങനെ ഒരു പകർച്ചവ്യാധി ഈ ഒരു ഫാദർ ഗില്ലിഗന്റെ പാരിഷില്
ഇടവകയിൽ സംഭവിക്കുകയും ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ച് ഈ പ്രീസ്റ്റ്, ഈ ക്രിസ്ത്യൻ പുരോഹിതൻ എന്ത് ചെയ്യണം? ഓരോ മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള, രോഗിയായിട്ടുള്ള ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് he has to give his last prayer, he has to give his last communion and the funeral service. ഈ ക്രിസ്ത്യൻ പുരോഹിതൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുകയും ആ അവസാനത്തെ പ്രയർ കൊടുക്കുകയും അയാൾക്ക് മോക്ഷം കിട്ടുകയും വേണം. ആ ക്രിസ്ത്യൻ പുരോഹിതന്റെ പ്രീസ്റ്റ് അവിടെ എത്തി പ്രയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മരിക്കുന്ന ആൾക്ക് ഹെവനിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതാണ് അവരുടെ വിശ്വാസം. സോ once in the parish of Father Gilligan there was an epidemic. ആ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഫാദർ was doing his duty day and night. പകലും രാത്രിയും അയാളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും സംഭവിക്കുന്നത് ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അയാള് ടയേർഡാവും, അല്ലെ? സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദിസ് ഫാദർ ഗില്ലിഗൻ വാസ് ഓൾസോ ടയേർഡായിപ്പോയി. വിയറി, ഹി വാസ് സോ എക്സോസ്റ്റഡ്, ഹി വാസ് സോ വിയറി, ടയേർഡായി. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. We can go to the first stanza. Come. The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green sods lay. The old priest Peter Gilligan was weary night and day, was tired. Weary means tired. Day and night. പകലും രാത്രിയും ഇയാള് ടയേർഡായിപ്പോയി. എന്തിന്? ഫോർ മീൻസ് ബിക്കോസ് ഹാഫ് ഹിസ് ഫ്ലോക്ക് എന്താ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പാണ്, അല്ലെ? ആട്ടിൻ കൂട്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലോക്ക് എന്ന് പറയാം. ഇവിടെ ആട്ടിൻ കൂട്ടങ്ങൾ എന്ന് ഉദ്ദേശിച്ച ആരാ? ദ പാരിഷ്നേഴ്സ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഫാദർ ഗില്ലിഗന്റെ പാരിഷിലുള്ള ജനങ്ങളെയാണ് ആട്ടിൻകൂട്ടങ്ങൾ എന്നിവിടെ ക്രിസ്ത്യൻ ബിലീഫൻസ് കുഞ്ഞാടുകളെ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? എന്ന് വെച്ചാൽ എന്താ? യെസ്. സോ ദ പീപ്പിൾ ഹാഫ് ഓഫ് ഹിസ് ഫ്ലോക്ക് were in their beds. In their beds means they were sick people. പകുതിയോളം ജനങ്ങൾ എന്താണ്? രോഗികളാണ്. Or under green sods lay. Green sods lay എന്ന് പറഞ്ഞാൽ ഗ്രേവ് എന്താ? ശവക്കല്ലറകൾ. അല്ലെങ്കിൽ അവര് പകുതിയോളം കുറെ പേര് മരിച്ചു കഴിഞ്ഞു, അതേപോലെ കുറെ പേര് മരിക്കാൻ കിടക്കുന്നു. ഈ ഒരു എപ്പിഡമിക് കാരണം, ഈ ഒരു പകർച്ചവ്യാധി കാരണം ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് വേണം? ദിസ് പ്രീസ്റ്റ് in that parish has to reach the dying person and do the last prayer and funeral service. മരണാനന്തര ചടങ്ങുകളും അതേപോലെ ആ ലാസ്റ്റ് പ്രയറും ഈ പ്രീസ്റ്റ് ചെയ്തു കൊടുക്കണം. So he has done that and he was so weary. He was so tired. ഇത്രയും ചെയ്ത് ഇയാള് ടയേർഡ് ആയിപ്പോയി. Then come to the next answer. Once while he nodded in a chair at the moth hour of the eve, another poor man sent for him and he began to grieve. അങ്ങനെ ടയേർഡ് ആയതിനു ശേഷം വൺസ് എന്ന് നമ്മൾ എവിടെയാ ഉപയോഗിക്കുക? ഒരു പോയത്തിലാണോ നമ്മൾ സാധാരണ വൺസ് എന്ന് കാണാം? നോ. യെസ്, ഇൻ എ സ്റ്റോറി, അല്ലെ? ഒരു കഥ പറയുമ്പോൾ വൺസ് അപ്പോൺ എ ടൈം, വൺസ് അല്ലെ വൺ ഡേ എന്നൊക്കെ പറയാറുണ്ട്, എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ വൺസ് while he nodded in a chair. നോഡഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? തലയാട്ടുക എന്നൊക്കെയാണ് നോഡഡ് എന്ന് പറഞ്ഞത്. ബട്ട് വൺസ് ഹി വാസ് ടേക്കിംഗ് റെസ്റ്റ് ഇൻ എ ചെയർ. അയാള് പീറ്റർ ഗില്ലിഗൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു ചെയറിൽ. അറ്റ് ദ മോത്ത് അവർ ഓഫ് ദ ഈവ്. മോത്ത് അവർ
പാറ്റ പടിയുന്ന സമയത്തിനൊക്കെ. എപ്പോഴാ പാറ്റ പടിയ? ഇൻ ദ ഈവനിങ് ടൈം അല്ലെ? ആ ഒരു ഈവനിങ് ടൈമില് ഇയാള് ആകെ ടയേർഡായി റെസ്റ്റ് എടുക്കുക, ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ചെയറിൽ ഇരുന്നാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അനദർ പുവർ മാൻ സെന്റ് ഫോർ ഹിം. അപ്പോഴാണ് ആരോ വന്നിട്ട് പ്രീസ്റ്റിനെ വീണ്ടും വിളിക്കുന്നത്. ഒരാള് മരിച്ചുകൊണ്ടേയിരിക്കുന്നു, അവിടേക്ക് ഈ പ്രീസ്റ്റ് എത്തണം എന്ന് പറഞ്ഞു. ആൻഡ് ഹി ബിഗാൻ ടു ഗ്രീവ്. ഫാദർ ഗില്ലിഗൻ ബിഗാൻ ടു ഗ്രീവ്, ബിക്കം സോ ഡിസപ്പോയിന്റഡ്. അയാൾ ആകെ വിഷമിച്ചു. ഇനി ആ ഒരു വീട്ടിലേക്കും എന്ത് ചെയ്യണം? ഞാൻ എത്തണല്ലോ. എങ്ങനെ? എനിക്ക് ശാരീരികമായിട്ട് ഞാൻ തളർന്നു പോയിട്ടുണ്ട്. ഐ കനോട്ട് വാക്ക് ആൻഡ് ഗോ. എനിക്ക് അവിടേക്ക് എത്താൻ പ്രയാസമാണല്ലോ, ഞാൻ അവിടേക്ക് ഇനിയും അവിടേക്ക് പോവണല്ലോ എന്ന് വിചാരിച്ച് ഹി ബിഗാൻ ടു ഗ്രീവ്. ഹി ബിക്കേം സോ സോറോഫുൾ. മോത്ത് അവർ ഇൻഡിക്കേറ്റ്സ് ഈവനിങ് ടൈം. എന്താണ് മോത്ത് അവർ എന്ന് പോയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ കാരണം? In that village, the illiterate people do not have a clock or watch. ഈ ജനങ്ങൾക്ക് എന്തില്ല? ഒരു ക്ലോക്കോ വാച്ചോ, സമയം അറിയാനുള്ള ക്ലോക്കോ വാച്ചോ അന്ന് ഇല്ല. അതുകൊണ്ട് അവര് പ്രകൃതിയിലുള്ള ചേഞ്ചസ് അനുസരിച്ചാണ് അവരെന്ത് ചെയ്യാം? സമയം കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് മോത്ത് അവർ എന്നിവിടെ ഉദ്ദേശിക്കാൻ കാരണം. മോത്ത് അവർ മീൻസ് ഇൻ ദ ഈവനിങ് ടൈം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. I have no rest, no joy, no peace, for people die and die. And after cried he, God forgive. My body speak, not I. എന്താണ് ഇയാള് ആ ചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞത്? ഫാദർ ഗില്ലിഗൻ എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവും? സോ നെക്സ്റ്റ് സ്റ്റാൻസ. I have no rest, നോ ജോയ്, നോ പീസ്. എനിക്ക് എന്തില്ല? റെസ്റ്റ് ഇല്ല, സമാധാനം ഇല്ല, സന്തോഷമില്ല. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. ജനങ്ങൾ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി. ഇങ്ങനെ പറഞ്ഞു അല്ലെ? ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ, പ്രീസ്റ്റിന് ഡ്യൂട്ടി എന്താണ്? ദൈവം കൊടുത്ത ഡ്യൂട്ടിയാണ് എന്ത്? ഹി ഹാസ് ടു ഡു ദ ലാസ്റ്റ് പ്രെയർ ആൻഡ് ഫ്യൂണറൽ സർവീസ്. ഇതൊക്കെ ചെയ്യണം എന്ന് ഇയാളിൽ അർപ്പിച്ച ഒരു ഡ്യൂട്ടിയാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ്, ദൈവത്തിനോട് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തത് ശരിയായില്ല എന്ന് പെട്ടെന്ന് പ്രീസ്റ്റിന് തോന്നി. എന്നിട്ട് പ്രീസ്റ്റ് കരഞ്ഞു. ആഫ്റ്റർ ക്രൈഡ് ഹി, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രീസ്റ്റിന് തോന്നി ഞാൻ പറഞ്ഞത് ശരിയായില്ലല്ലോ. ഗോഡ് ഫോർഗിവ്. ഫോർഗിവ് മീൻസ് ക്ഷമ ചോദിക്കും. മേ ഗോഡ് ഫോർഗിവ് മീ. എനിക്ക് എന്നോട് ക്ഷമ കാണിക്കണം. മൈ ബോഡി സ്പീക്ക്, നോട്ട് ഐ. എന്റെ ബോഡിയാണ് പറഞ്ഞത്, എന്റെ ശരീരമാണ് പറഞ്ഞത്. തളർന്നു പോയിട്ട് എന്റെ ശരീരം അറിയാതെ, അൺഇന്റൻഷണലി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നോട്ട് ഐ, ഞാൻ എന്റെ മനസ്സ് അറിഞ്ഞുകൊണ്ടല്ല ദൈവമേ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പ്ലീസ് ഫോർഗിവ് മീ, എന്നോട് ക്ഷമിക്കണം എന്ന് ഫാദർ ഗില്ലിഗൻ തിരുത്തി പറഞ്ഞു. ഓക്കെ, സോ let's go to the next stanza. He knelt and leaning on the chair, he prayed and fell asleep. And the moth hour went from the fields, and stars began to peep. He knelt. kneel എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുകുത്തി അല്ലേ? So he knelt before God. ദൈവത്തിന് മുമ്പില് മുട്ടുകുത്തി. And leaning on the chair, ചെയറിലേക്ക് ഇങ്ങനെ ചാരിയിരുന്നു. He prayed and prayed to God. ക്ഷമ ചോദിക്കാൻ വേണ്ടി ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. And fell asleep. ആ സമയത്ത് ഇയാൾ എന്തായിപ്പോയി? ഉറങ്ങിപ്പോയി. എന്നിട്ടോ and the moth hour went from the fields. ആ ഈവനിങ് ടൈം എല്ലാം മാറി. And stars began to peep. He knelt and leaning on the chair, he prayed and fell asleep. And the moth hour went from the fields, and stars began to peep. He knelt. Knelt means kneel down. മുട്ടുകുത്തി അല്ലേ? And leaning
on the chair. അങ്ങനെ ചെയറിൽ ചാരി ഇരുന്ന് ഇയാൾ എന്ത് ചെയ്തു? വീണ്ടും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. He prayed and prayed and fell asleep. ഉറങ്ങിപ്പോയി. പ്രാർത്ഥിച്ച് അവിടുന്ന് ഉറങ്ങിപ്പോയി. Then and the moth hour went from the fields. അങ്ങനെ ആ ഈവനിങ് ടൈം ഫീൽഡിൽ നിന്ന്, ഫീൽഡൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു വില്ലേജ് ആണ് അല്ലെ, ഒരു കൺട്രി സൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ സ്ഥലം. The moth hour went from the fields. ആ ഈവനിങ് ടൈം മാറി. And stars began to peep. Stars, നക്ഷത്രങ്ങൾ ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങി. Because that is the beginning of the night. രാത്രിയായി. Then next answer. They slowly into millions grew, and leaves shook in the wind, and God covered the world with shade and whispered to mankind. So this stanza is in the night time. They slowly began to grow million in numbers. The stars, they means the stars. The stars began to grow in millions. Then and leaves shook in the wind. Leaves are shaking. That is the sign of night time. രാത്രി സമയമാണ്. രാത്രി സമയമായതുകൊണ്ട് സ്റ്റാർസിന്റെ എണ്ണം കൂടി, ലീവ്സ് എല്ലാം ഷൂക്ക് ചെയ്യാൻ തുടങ്ങി. And God covered the world with shade. രാത്രി ഇരുട്ട് കൂടി വന്നു. And whispered to mankind. God is whispering, talking to them, because this is the time of the rest for human beings. പകല് മുഴുവൻ ജോലി ചെയ്തവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമാണ് രാത്രി. So this night time came. Then what happened? We know that our Father Gilligan, he had worked day and night, and because of his tiredness, he complained to God, I have no rest, peace and joy. At the same time, he forgave to God for his complaint, and he prayed and fell asleep. ഉറങ്ങിയ സമയത്ത് എന്ത് സംഭവിച്ചു? അയാള് ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പം എന്താണ് സംഭവിച്ചത്? So that we can see in the next class. So these stanzas you have to read well, and please go through the question answers coming from these stanzas. 5 stanzas we have completed. So let's go to the first question. Why was Father Gilligan weary night and day? Weary means tired. എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗൻ ടയേർഡ് ആയത്? എന്തുകൊണ്ടാണ്? ഫാദർ ഗില്ലിഗൻ വാസ് weary night and day because half of his people were sick or dead. They had to perform his priestly duties to them. So he was tired day and night. ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പം അയാളുടെ പ്രീസ്ലി ഡ്യൂട്ടി അയാൾക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഡേ ആൻഡ് നൈറ്റ് ടയേർഡാവാൻ കാരണം. Second question. What is the significance of the word flock? Flock indicates what? Flock means a collection of a group of sheep. Here, flock indicates the parishioners of Father Gilligan, Peter Gilligan. Third question. Why were his flock either in bed or lying in green sods lay? Why? His flocks were either in bed or in green sods lay because an epidemic had spread in his parish. So people are sick and dying. Next, fourth question. Why did another man send for Father Gilligan?
What is the man referred to as poor? Why did another man send for? എന്തിനാണ് ഫാദർ ഗില്ലിഗന് കിട്ടാൻ വേണ്ടി ഒരു സിക്ക് മാൻ എന്തിനാണ് വന്നത്, അയച്ചത്? Why is the man referred to as poor? എന്തുകൊണ്ടാണ് അയാൾ poor എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കാരണം? Father Gilligan was sent for. He was sent for the priest to receive the last communion, and thereby he can go to the heaven. Fifth question. Why did Father Gilligan seek forgiveness from God? What justification does he give to God for his errant words? Why did Father Gilligan seek forgiveness? എന്തുകൊണ്ടാണ് Father Gilligan? Yes, Father Gilligan seeks forgiveness from God because as a priest, it is his duty to go and give the sick man his last prayer. But he is too tired to go. The justification he gives for his errant words is that the words were spoken by his body and not by himself. Okay, 5 question answers we have dealt with. 5 question answer ആണ് നമ്മൾ ഡീൽ ചെയ്ത്. അത് നന്നായിട്ട് വായിക്കുക, നോട്ട്സ് എഴുതുക. The rest of the stanza we can continue in the next class. Thank you.